ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടപ്പൊരു ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിരത്തി ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കോ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ ബക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേയിങ് തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്ന് അടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ. നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. അവൾ താഴേക്ക് നോക്കി. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നേ? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാവുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മുനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാൾ ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം. കുഴലിട്ട കൂൾ ഡ്രിങ്ക്സ്. അതിനിടയ്ക്ക് എത്തിയോ? വർമ്മസാറും ലക്ഷ്മി വന്നാട്ടെ. ലേറ്റായോ പവിത്ര? എനിക്ക് സമയത്തിലൊന്നും വലിയ വിശ്വാസമില്ല സാറേ. സാറ് തന്നെ എന്റെ സംരംഭം ഉദ്ഘാടനം ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒന്ന് മാറണേ, ഈ ലോഡ് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ. മഹാലക്ഷ്മി മനസ്സിൽ വിചാരിച്ച് സാറങ്ങോട്ട് വെട്ടിയാട്ടെ. പിള്ളേ എന്താ അങ്ങോട്ട് പോകത്തത്? അങ്ങോട്ട് പോയാൽ ഞാൻ അകത്താവും. അല്ല, അകത്ത് ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇവിടെ നിൽക്കാം. സാറിന് വല്ല ജ്യൂസോ സ്ക്വാഷോ ഒക്കെ കൊടുത്ത് നല്ലവണ്ണം റിലാക്സ് ചെയ്യും. എന്നിട്ട് മതി നമ്മുടെ ഡെപ്പോസിറ്റിന്റെ ആരോഗ്യം സംസാരിക്കാൻ.
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? നല്ല ആൾക്കാരാ. എന്റെ അമ്മു കാര്യങ്ങളൊക്കെ കാലേ കുട്ടി വന്ന് മംഗളമാക്കി തരേണ്ട നിങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? ഇതാരാ? ഞാൻ കമലാസനൻ. കമലഹാസനോ? കമലഹാസനല്ല, കമലാസനൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇന്നാള് പേർഷ്യായി എന്ന് വന്ന കമലാസനം മുതലാളി. ഞാൻ മുതലാളി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഈ കരക്കാർക്ക് മുഴുവൻ മുതലാളിയോട് ഭയങ്കര അസൂയ. അവര് പറയുന്നത് കേട്ടപ്പോ മുതലാളി ഇത്രയും സുന്ദരനാണെന്ന് ഞാൻ വിചാരിച്ചു. എടാ മുതലാളിക്ക് ഒരു കസേര. വേണ്ട വേണ്ട, മുതലാളിക്ക് എന്നോട് എന്താ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചറിയാനില്ല. നിനക്കെന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞു? ചോദ്യം കമല. അല്ല, ഇദ്ദേഹത്തെ പോലൊരു ജെന്റിൽമാനോട്. അല്ല, ഈ മഹാലക്ഷ്മി നമ്മയുടെ പേരാണോ? ഓ, ഇത്രേ ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിന്റെയും പണത്തിന്റെയും ഒക്കെ ദേവതയല്ലേ. അതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന് ബാങ്കിന് പേരിട്ടത്. പിന്നെ എത്ര രൂപയാ മുതലാളി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 1.5 ലക്ഷം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ മഹാഭാഗ്യം. 1.5 ലക്ഷം രൂപയോ? കമലൻ 1.5 ലക്ഷം രൂപയാ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവനെ ഈ കരക്കാരുടെ അഭിമാനമാ. കണ്ട് പഠിക്ക്. മുതലാളി, SP സാർ വിളിക്കുന്നു. നിങ്ങൾ കാശുമായിട്ട് കൗണ്ടറിലോട്ട് ചെല്ലും. ഞാൻ ഇപ്പൊ വരാം. അമ്മു, കമലാസനൻ സാർ ഒരു ബുദ്ധിമുട്ട് വരാതെ നോക്കിക്കോളാം കേട്ടോ. ഓരോ സ്കോച്ച് പൊട്ടിക്കുമ്പോഴും കല്യാണപ്രായമെത്തിയ ഒരു കന്യകൻ എന്ന നിലയിൽ ചേട്ടനിൽ നിന്നും ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വഭാവിയും സൂക്ഷിച്ചു നോക്കിയാൽ സുമുഖനുമായ ചെറുപ്പക്കാരനെ പണ്ട് മുതലേ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരനൊരു ലക്ഷം ബ്രഹ്മയെ തിരിച്ചു വരുന്നു. തദ്വസരത്തിൽ പെൺകുട്ടിയുടെ അച്ഛനുമായി ഇതുപോലൊരു ചെറുതോണിയിൽ ഇളങ്കാറ്റേറ്റ് ലഹരി നുണഞ്ഞിരിക്കുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛനിൽ നിന്നും ആ സുമുഖനായ ചെറുപ്പക്കാരൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുക? തൊട്ട് നക്കാൻ കുറച്ച് അച്ചാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ? ഓ, കുടി കുടി കുടി, മുടിഞ്ഞ കുടി മാത്രം. എന്നെ പോലെ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരാളെ കെട്ടാൻ അമ്മൂനെ പോലെ സുന്ദരിയും സുശീലമായ ഒരു പെൺകുട്ടി തന്നെ വേണം എന്ന പ്രപഞ്ച സത്യം ഇനിയും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അമ്മൂനെ കെട്ടിച്ചു തരണം. തരില്ലേ മാമ? ഇതിന് സംശയിക്കാനൊന്നുമില്ല. പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാപാലികൻ പറഞ്ഞില്ലേ? അയാള് തന്നെ. വെറുതെ അനാവശ്യം പറയരുത്. കൊച്ചി നാളിറക്കുമെന്ന് താൻ പറഞ്ഞില്ലേ? കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ഇവൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ എന്തുവാ പ്രശ്നം? ഗോവിന്ദേട്ടാ, പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? കേട്ടില്ലേ? ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്. അത് കൊലയുടെ കാര്യം പറഞ്ഞ കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്? എന്താ ഗോവിന്ദേട്ടാ? SI കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. താൻ ആജീവനാന്തം വഴി എണ്ണും. 1 2 3 4. മാതൃഭൂമിന്ന് പവിത്രൻ എന്നൊരാളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് പത്രാഫീസിൽ ഫോൺ വന്നിരുന്നു. ഫോൺ സ്റ്റേഷനിലേക്കും വന്നിരുന്നു. പക്ഷെ ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ? പരാതി ഞാൻ തരാം സാറേ. താനാണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? യെസ്, ഐ ആം ദി മാനേജർ ഓഫ് ദി ചുങ്കത്തറ ഗസ്റ്റ് ഹൗസ്. ഈ ക്ലോസ് ആയ പവിത്രൻ മൈ ക്ലോസ് ഫ്രണ്ട് ആണ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ബൈ ഷോപ്പ് ഓഫ് മീറ്റ് യു ഫോണിംഗ് യു. നിർത്തടാ നിന്റെ പൊട്ട ഇംഗ്ലീഷ്. പവിത്രൻ മരിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? അയാളെ കണ്ടോ? എന്നെ തന്നെ. ആ നിൽക്കുന്ന ആൾ പവിത്രനെ കൊല്ലുമെന്നും ശവം പോലും പുറത്ത് കാണിക്കില്ലെന്ന് പറഞ്ഞു സാർ. എന്നെ താനാ ഡോഗ് സ്ക്വാഡിനെ എന്ന് വിളിക്കും. ശരി സാർ. പോലീസ് പട്ടിക്ക് ബിസ്ക്കറ്റ് വല്ലതും വേണമെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ വാങ്ങിത്തരാം സാർ. നമസ്കാരം സാർ. പവിത്രനെ കൊല്ലുന്ന താൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിറയേട്ടവനാണ് സാർ ഞാൻ. സാറിന് കാര്യം പിടിയിട്ട് താൻ വാക്ക് പാലിക്കുന്നവനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. അവസാനമായി അയാളെ എവിടെ കണ്ടത്? പാലച്ചോട്ടിൽ. അവിടെ എവിടെയാ പാല? പാലയല്ല സാർ, പാലം അണ്ടർ ദി ബ്രിഡ്ജ്. നടക്ക മാറണോ? അല്ല സർ, എന്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല സർ. അച്ഛൻ ആരും ഉപദ്രവിക്കില്ല. കൊച്ചിന്ന് ആളെ കൊണ്ടാണല്ലോ ഉപദ്രവിച്ചത്.
സാർ ഇനി ആരെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും വീട് മോട്ടിച്ചിട്ട് വരായിരിക്കോ? ആ അത് ഇയാളുടെ പണിയായിരിക്കുള്ളൂ. സാർ ഇതാണ് പവിത്രൻ. ഇവൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ കള്ളക്കേസ് കൊണ്ട് കൊല്ലണം. ആശ്വസിക്കാൻ വരട്ടെ. അയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോന്ന് അയാൾ വന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലേ സാറേ? ഇതെന്താ ഇവിടെ പോലീസും ബഹളമൊക്കെ? നിന്നെ കാണാതായ വിവരം അറിഞ്ഞിറങ്ങിയതാ. എന്താ ഇതൊക്കെ? ഇത് ബോട്ടിലൊരു ഹൗസ് ബോട്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഓട്ടവെള്ളത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഈ ഹൗസ് ബോട്ട് പണിക്കാൻ കരുനാഗപ്പള്ളിക്ക് പോയിരിക്കായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ? അതെ, ഞാൻ പണ്ട് വള്ളത്തേലും വള്ളപ്പേരയിലും ഒക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതിന്റെ സുഖമൊന്നും വേറെയാ. ഈ സായിപ്പ് മദാമയൊക്കെ ഇവിടെ വരുന്നത് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ അന്വേഷിച്ചിട്ടാ. അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വള്ളത്തിൽ കുടില് കെട്ടാൻ ടൂറിസം എന്താ കുടില് വ്യവസായോ? ഞങ്ങളുടെ ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗസ്റ്റുകളെ കിട്ടുന്നില്ല. അപ്പോഴാണ് അവന്റെ ഒരു വള്ളിക്കുടിലി. അങ്ങ് വെനീസിലൊക്കെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇഷ്ടം മാതിരിയാ. അവൻ ഈ പുതിയ കുണ്ടാണ്ട് തുടങ്ങുന്ന കാര്യം ഒരു കാശ് മുടക്കില്ലാതെ 10 ആളെ അറിയിക്കാൻ അവൻ തന്നെ കണ്ടെത്തിയതാ അവന്റെ ഈ കാണാതാകൽ നാടകം. അത് പത്രത്തിൽ വാർത്തയാതെ നീ ഒറ്റ ഒരുത്തം കാരണം. ആക്ച്വലി ആൻഡ് പ്യൂർലി ബട്ട് ക്ലോസിക്കലി പോടാ. അച്ഛനെ പോടാ. ആ പോടയല്ല, പല്ല് മുഴുവൻ പോടാ. ഇനി അടിച്ച പല്ലളകും. പോടാ പോടാ. എന്താ എന്നെ വിളിപ്പിച്ചത്? വാട്ട് ആർ യു കോൾ? പറയാം, അമലം കേറ്. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിന്റെ മാനേജറാണ് ഞാൻ. ഒരു ഹൗസിംഗ് ബോട്ട് വാങ്ങിയെന്ന് കരുതി എന്നെ പോലൊരു വലിയ മനുഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ കാരണം വാട്ട് ആർ ദ റീസൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? ആലിക്കോയായിട്ട് ചേർന്ന് 7 ഹൗസ് ബോട്ട് ഇറക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആലിക്കോയാണ് കാശ് മുടക്കുന്നതെന്ന് പറഞ്ഞാൽ കരക്കാർ ഈ കച്ചവടത്തിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബിനാമി വേണം. കമലഹാസന് ബിനാമിയാകാൻ പറ്റുമെന്ന് അറിയാനാ വിളിപ്പിച്ചത്. 1000 rupees സാലറി വാങ്ങുന്ന എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ബിനാമിൻ ചപ്ലയറാണെന്ന് എന്നെ കിട്ടില്ല. വേണേ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ ആവാം. ബിനാമി എന്ന് വെച്ചാൽ പകരക്കാരൻ മുതലാളി എന്നാ. ആ ആലിക്കോയാണ് കാശിറക്കുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് കരക്കാരുടെ മുമ്പിൽ നീയാണ് കാശിറക്കുന്നത്. നീയാണ് എന്റെ പാർട്ട്ണർ. കമല സുഖത്തറയത് അടിയും പച്ചവെള്ളമായിരുന്നു എന്റെ ശമ്പളം. പച്ചവെള്ളം എന്തിനാണെന്ന് അറിയോ? അടി കൊണ്ട് ചോര തുപ്പിക്കളഞ്ഞിട്ട് വാ കഴുവാൻ. നിന്റെ കാശൊക്കെ എവിടെ പോയി? എന്റെ ബാങ്കിൽ ഇട്ടിരുന്ന 1.5 ലക്ഷം രൂപ എന്റെ സ്വത്തുക്കളൊക്കെ ലേലം ചെയ്തപ്പോ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതൊക്കെ തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊരു മദാമായിട്ട് പരിചയപ്പെട്ട് അവളുമായിട്ടൊന്ന് ഗോവാക്ക് പോയതാ. കാശ് മുഴുവൻ അവളുടെ വായി പോയി. എന്റെ കാശ് പോയ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും പറയും കാശ് ഇന്ന് വരും നാളെ പോകുന്നു. പക്ഷെ എന്റെ കാശ് അന്ന് പോയ പോക്ക ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. മൈ കണ്ടോളൻസ്. എന്റെ വിധി. നീ സമാധാനമായിട്ടിരിക്കും. നമ്മുടെ ബോട്ട് ഇറങ്ങട്ടെ, നിന്റെ എല്ലാ വിഷമവും മാറും. ബോട്ട് ഉടനെ തന്നെ ഇറങ്ങും. ഉടനെ ഇറങ്ങും. ഇവനെവിടുന്ന ഇതിനും മാത്രം കാശ്? ഇനി ജയിലിൽ നിന്ന് വരുന്ന വഴി കുഴലിൽ നിന്ന് എങ്ങനെ കുഴൽപ്പണം കിട്ടി കാണുമോ? What is beautiful? Oh, nice boats. Beautiful boat. Jumping the boat, but carefully. Come on. Everybody going install a boat. Wow. Go this is inside. nice. Go inside. Come, go inside. ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചാടി പോകുന്നവരാ. അതിനായിട്ട് എനിക്ക് 1 മണിക്കൂർ നേരം സ്പീച്ച് ചെയ്യേണ്ടി വന്നു. കണ്ടാലേ അറിയാൻ നല്ല ക്ഷമാശീലമുള്ളവരാണ്. നീங்க വന്നേ. ബോട്ട് പണിയാൻ മൊത്തം കാശും വേണ്ടി വന്നില്ല. ബാക്കി ഇത്രയും കാശുണ്ട്. ഇതിപ്പോ എന്റെ പേരിൽ ബാങ്കിലിടണ്ട, നിന്റെ പേരിലിട്ടാ മതി. എടാ, എനിക്ക് നിന്നെ വിശ്വാസമാടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളിനെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് കാശിന്റെ കാര്യത്തിൽ. സാറിന്റെ കാശിനാഥനാണ്. നീ നേരങ്ങളേതാ ബാങ്കിൽ പോ. ഓ, He's going down a tree. We can go to the market, we can relax, we can go to the beach. Well, the beach is really much better than the hey, market. Mr. and Mrs. Housing board. Housing board. What are you saying? Yeah. Sorry, we don't understand.
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇൻ ദി വാട്ടർ. Do you want some tea or You want- something? ഓണം റിബേറ്റ് 20% ഡിസ്കൗണ്ട്. യു ഇൻട്രസ്റ്റ്? അനുജപ്പനോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. നിനക്ക് ചുങ്കത്തറക്കാരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഹൗസ് ബോട്ടിലേക്ക് ആളെത്തിക്കണം. അയ്യോ, എന്നെ തല്ലല്ലേ. ഇവിടുത്തെ ഗസ്റ്റുകളോട് ഞാൻ ഹൗസിംഗ് ബോർഡിന്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഇംഗ്ലീഷിലായിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല. വേണമെങ്കിൽ ചോദിച്ചോളൂ. ചുങ്കത്തറക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ചിട്ട് നീയൊക്കെ അവിടെ കഴിയാതെ കഴിയണം. എന്താ അനിയപ്പ ഇത്? മാർക്കറ്റിൽ പുതിയ തരം സാധനങ്ങൾ വരുമ്പോ പഴയതിന് ഡിമാൻഡ് കുറയും. അത് കച്ചവടത്തിൽ പതിവുള്ളതാ. അതിന് മുക്കറേറ്റ് ഇവന്റെ നേരെ മെക്കിട്ട് കയറിയിടുന്ന കാര്യം ഇവടാ. ഒരു മിനിറ്റ്, ഇവനോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാം. എന്താടാ നോക്കണത്? എങ്ങനെ അടിച്ചാലും അടിയുള്ള പാകത്തിന് നല്ല വീതിയുള്ള ബോഡി വീർപ്പിച്ച് കാണിച്ച് നീ എന്നെ കൊതിപ്പിക്കാനാടാ. ഇവന്റെ ബലത്തിൽ നിന്ന് കുറയ്ക്കുന്നതാ. നീക്ക് ആരാണെന്നാടാ വിചാരം? ഇവർ അന്തിക്കള്ളെന്ന് പറഞ്ഞ് തരുന്നത് പൊടി കലക്കിയ കള്ളും കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പി മത്സ്യവുമാണ് തരുന്നത്. What's going on? He's crazy. നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ആയാൽ അന്ന് ഇവരെ തല്ലിക്കൊല്ലും. എന്താടാ പക്ഷേ ഞങ്ങളത് ഇവിടെ വിട്ടേച്ച് പോകുമെന്ന് വിചാരിക്കണ്ട. പൊടികെട്ടിയ ഒരു ബാങ്ക് മുതലാളി കാശിന് വകയില്ലാതെ ഈ കരവിട്ട് പോയത് മറന്നിട്ടില്ലല്ലോ. ഒന്നും മറന്നിട്ടുമില്ല, ഒന്നും മാപ്പാക്കിയിട്ടുമില്ല. അടിക്കേണ്ട സമയത്ത് നേരെ മുമ്പിൽ ഒന്ന് നെറുകന്തലക്കടിക്കും, അല്ലാതെ ആരും കാണാതെ പുറകിൽ അടിക്കൂല. കാരണവരെ ഇവന് കച്ചവടം പോയതിന്റെ ഹാലിളകി നിൽക്കുക. അതുകൊണ്ടൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാ. മോനെ പൗത്ര, കാറ്റമഴയത്തൊന്നും നനയും, ഒന്ന് കുളിരും, പക്ഷേ മുങ്ങിപ്പോകാനൊന്നും പോകുന്നില്ല. ചെളിക്കുണ്ടി നിൽക്കുന്നവന് മുങ്ങിച്ചാകാൻ കാലൊന്ന് വഴുതിയാ മതി. വഴുതും വീഴും. വീഴ്ത്തിയിരിക്കും.